ഒന്ന്, പെൺകുട്ടിയുടെ പേര് മാറ്റൽ. കല്യാണം കഴിഞ്ഞ ഉടനെ പലരും പെൺകുട്ടിയുടെ പേരിനൊപ്പം ഹസ്ബൻഡിൻ്റെ പേര് ചേർക്കാറുണ്ട്. വ്യക്തിത്വം നിലനിർത്തുന്നത് ഓരോരുത്തരുടെ അവകാശമാണ്. അവർ ജനിച്ചതു മുതൽ കേട്ടു വളർന്ന പേര്, അവരുടെ ഓരോ ID കാർഡുകളും ഓരോ സർട്ടിഫിക്കറ്റുകളും ആ പേരിലായിരിക്കും. ഇനി ഇത് മാറ്റാൻ വേണ്ടി പത്രപരസ്യങ്ങളും പണച്ചെലവും ഒക്കെ ആവശ്യം. മറ്റൊന്ന്, ഇത് അവരുടെ കരിയറിനെ ബാധിക്കും. പലപ്പോഴും പുറം രാജ്യങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഒരു പേര്, പാസ്പോർട്ടിൽ മറ്റൊരു പേര്, ഇത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇനി ഒരു പക്ഷേ കല്യാണശേഷം ഡൈവോഴ്സ് ഒക്കെ ആവുന്നവർക്ക് പേര് മാറ്റുന്നതിന് പിന്നെയും പണച്ചെലവുകളും പത്രപരസ്യമൊക്കെ ആവശ്യമായി വരും. 2, സാമ്പത്തിക സ്വാതന്ത്ര്യം. ശമ്പളം ഉള്ളവർ അത് അവരവരുടെ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കും. പ്രത്യേകിച്ച് പുതിയ തലമുറ സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ഇനി ശമ്പളം ഇല്ലാത്തവരാണെങ്കിൽ ഉള്ള ഒരാൾ മറ്റേയാളുടെ അക്കൗണ്ടിലേക്ക് മാസാമാസം അവരുടെ ചെലവുകൾക്കായി നൽകാവുന്നതാണ്. മറ്റൊന്ന്, 2 പേർക്കും സെപ്പറേറ്റ് പേഴ്സണൽ അക്കൗണ്ടുകളും ഫാമിലി എക്സ്പെൻസുകൾക്കായിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ടും ആരംഭിക്കാവുന്നതാണ്. 3, പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത്. വധുവിൻ്റെയും വരൻ്റെയും പേരുള്ള സ്വത്ത് വകകൾ അത് അവരവരുടെ പേരിൽ തന്നെ തുടരേണ്ടതാണ്. മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാൻ പാടില്ല. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾക്ക് തടയാൻ ഒരു പരിധി വരെ സഹായിക്കും. 4, സ്വർണം അല്ലെങ്കിൽ ഗോൾഡ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുള്ള സ്വർണം അല്ലെങ്കിൽ ഗോൾഡ് അത് അവരവരുടെ പേരുകളിൽ ലോക്കറിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒറ്റ ലോക്കറിലാക്കാൻ പാടില്ല. 5, ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും വധുവിൻ്റെയും വരൻ്റെയും പേരൻസ് പല കാര്യങ്ങളിലും ഉപദേശിക്കാറുണ്ട്. എന്നാൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതെപ്പോഴും വധുവരന്മാർ ഒന്നിച്ചായിരിക്കണം എടുക്കേണ്ടത്. 7, ഷെയർഡ് ഹൗസ് ഹോൾഡ് വർക്ക്സ്. അതായത് വീട്ടുജോലികൾ ഷെയർ ചെയ്യുക. ഒരാൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റേ ആൾക്ക് ക്ലീൻ ചെയ്യൽ അല്ലെങ്കിൽ പാത്രം കഴുകൽ അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്ത് പരസ്പരം സഹായിക്കാവുന്നതാണ്. 8, ഇൻഡിവിജ്വൽ ഗോൾസ്. കല്യാണം കഴിയുന്ന കരുതി ഓരോരുത്തർക്കും അവരുടേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാകും. കരിയറിൽ തന്നെ പല പ്രതീക്ഷകളുണ്ടാകും. ഇതിനൊക്കെ പരസ്പരം സഹായിക്കേണ്ടതാണ്. 9, നോ ഫോഴ്സ്ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് എല്ലാ കാര്യത്തിനും ഒരാൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി ഒഴിവാക്കണം. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. 10, ഡൈവോഴ്സ് ഈസ് നോട്ട് ദ എൻഡ്. ഡൈവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല. അൺഹാപ്പിയായി തുടരുന്നതാണ് ഏറ്റവും വലിയ ഫെയിലിയർ. ഓർക്കുക, മാരേജ് എന്ന് പറയുന്നത് ഒരു പാർട്ണർഷിപ്പാണ്, ഓണർഷിപ്പ് അല്ല. നിങ്ങൾ വിവാഹം ചെയ്യുന്നത് ഒരു വ്യക്തിയാണ്, ഒരു പ്രോപ്പർട്ടി അല്ല.